ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിൽ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ ജാതകദോഷം മാറാനായിട്ട് 4 ജ്യോത്സ്യന്മാരും ഒരുപോലെ പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ പോയി ചില വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ദോഷങ്ങളൊക്കെ മാറും, ഉടനെ തന്നെ വിവാഹയോഗം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഇതനുസരിച്ച് ഭാസ്കരനോട് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയും, എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ അമ്പലങ്ങളിലൊന്നും പോകാറില്ലെന്ന് പറയും. അങ്ങനെ എവിടെ കുടുംബക്ഷേത്രമെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ നമ്മുടെ നിധി സുനന്ദ എന്ന് വിളിച്ച് സംസാരിക്കും. അപ്പം നിധിയുടെ കോൾ വരുമ്പോൾ സുനന്ദ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നിധി പറയും, സുനന്ദേ, ഞാനൊരു കാര്യം ചോദിക്കാനും കൂടി വേണ്ടിയാണ് വിളിച്ചത്. എന്താ നിധി? ഞങ്ങളിവിടെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം ഒന്നും നടക്കാത്തതുകൊണ്ട് ഒരു ജ്യോത്സ്യൻ പോയിരുന്നു. അപ്പോൾ ജ്യോത്സ്യൻ പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ പോയി ചില വഴിപാടുകളൊക്കെ നടത്തിയ ദോഷങ്ങളൊക്കെ മാറുമെന്നാണ് പറയുന്നത്. അതിനുശേഷം വിവാഹം നടക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ഒക്കെ ചോദിച്ചപ്പോൾ അച്ഛനെ അറിയില്ല. സുനന്ദയ്ക്ക് അറിയാവോ, സുനന്ദ മുൻപ് എങ്ങാനും ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുനന്ദ പറയും, ഞാൻ 1-2 തവണ അമ്മയുടെയും മാമൻ്റെയും കൂടെ പോയിട്ടുണ്ട്. എനിക്ക് വഴി അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല, എങ്കിലും ഞാൻ അമ്മയുടെ ചോദിച്ചിട്ട് വിളിച്ച് പറയാമെന്ന് പറയും. ആ ശരിയെന്ന് നിധി സുനന്ദയോട് പറയുന്നുണ്ട്. അതിനുശേഷം ഈ റോഡിൽ വെച്ച് ഗംഗാധരനെ സുഭാഷും നികേഷും ചേർന്ന് കാണും. അങ്ങനെ ഗംഗാധരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കുടുംബക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, നീ ഈ വീട്ടിൽ നിന്ന് പോയ സമയത്ത് നിന്നെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ വീട്ടിലോട്ട് വന്നിരുന്നു. പക്ഷേ അതോടുകൂടി തീർന്നു. അല്ലാതെ അതിൻ്റെ പേര് ബന്ധമൊന്നും പുതുക്കിക്കൊണ്ട് ആരും വരണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കാര്യം സുധീഷിൻ്റെ അടുത്തൊക്കെ വന്ന് നികേഷ് പറയും. അങ്ങനെ ഇവർ സുഭാഷിൻ്റെ ജാതകം നോക്കിയ ഒരു ജ്യോത്സ്യൻ ചായ കുടിക്കുന്ന ഒരു കടയിലോട്ട് വരികയാണ്. ആ സമയത്ത് അവിടെ വെച്ച് ഗംഗാധരനെ കാണും. അപ്പോൾ ഗംഗാധരൊക്കെ പറയും, ആ പൈതങ്ങൾ നിൻ്റെ അടുത്ത് കുടുംബക്ഷേത്രത്തിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ നീ പറഞ്ഞു കൊടുക്കത്തില്ല അല്ലേടാ, നിന്നെ ഞാൻ ശപിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യിൽ ഭസ്മമൊക്കെ എടുത്ത് ഇങ്ങനെ ശപിക്കാൻ പോകുമ്പോഴത്തേക്ക് അയ്യോ തിരുമേനി, അങ്ങനെയൊന്നും പറയരുത്, ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ഗംഗാധരൻ തന്നെ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും കുടുംബക്ഷേത്രത്തിലേക്കുള്ള വഴിയൊക്കെ. അങ്ങനെ അവരെല്ലാവരും കൂടി കുടുംബക്ഷേത്രത്തിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അവരുടെ കൂടെ ചാന്ദിനിയുമുണ്ട്. കാരണം ചാന്ദിനി ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. അവിനാശ് ചാന്ദിനിയുടെ വിവാഹം ഉറപ്പിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ചാന്ദിനിയെ സുഭാഷിൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാന്ദിനി ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട്. ചാന്ദിനി ഭയങ്കര സന്തോഷത്തിലാണ് അവരുടെ കൂടെ പോകുന്നത്. കാരണം കൂട്ടിന് നിധിയുണ്ടല്ലോ. അങ്ങനെ ക്ഷേത്രത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ സുധീഷ് അവിടെ താമസിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ആരോടും പറയത്തില്ല. അങ്ങനെ അവിടെ ഒരു ചേട്ടടുത്ത് വിളിച്ച് എല്ലാം ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ കുടുംബക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് ഉള്ള സ്ഥലത്തെത്തുകയാണ്. അങ്ങനെ അതിൻ്റെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഭാസ്കരൻ പറയും, എനിക്ക് ഇവിടെ ഇറങ്ങണമെന്ന് പറയും. പക്ഷേ അച്ഛനെന്തിനാ ഇവിടെ ഇറങ്ങുന്നത്, നീ ഇവിടെ ഇറക്കാൻ പറ, അതൊരു ജംഗ്ഷനായിരുന്നു. അങ്ങനെ അവിടെ ഇറക്കും. ഇനി നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറ. അല്ല, അച്ഛനെന്തിനാ ഇവിടെ ഇറങ്ങിയത്, ഇവിടെ എൻ്റെ കുറച്ച് കൂട്ടുകാരും കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്, എനിക്ക് അവരോട് കണ്ട് സംസാരിക്കണമെന്ന്. അച്ഛൻ ഇത് അച്ഛന് പരിചയമില്ലാത്ത സ്ഥലം. എടാ, ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടായത്. ഇവിടുത്തെ അയൽക്കാരെയും ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. അച്ഛാ, ഇതിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, നമുക്ക് ക്ഷേത്രത്തിൽ പോകണ്ടേ, താമസിക്കാനുള്ള സൗകര്യമൊക്കെ നോക്കണ്ടേന്ന് ചോദിക്കും. അത് നിങ്ങൾ താമസ സൗകര്യമൊക്കെ റെഡിയാക്കുക, അതിനുശേഷം എന്നെ ഇട്ടത് പറഞ്ഞാൽ മതി എന്ന് പറയും. അതിന് അച്ഛൻ ഇവിടെ നിന്നാൽ എങ്ങനെയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അച്ഛൻ അറിയാൻ പറ്റുന്നത്? എടാ, നിങ്ങളിവിടെ എവിടെ താമസിച്ചാലും എനിക്കറിയാൻ പറ്റും. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവരൊക്കെ എവിടെ താമസിക്കുന്നതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ചെല്ലാൻ പറയും. ഞാനങ്ങ് വൈകുന്നേരം ആകുമ്പോൾ എത്തിയേക്കാമെന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷ് ഇറങ്ങിയിട്ട്, നിങ്ങളത് കുടിച്ച് അന്ന് ബീച്ചിലെ കണക്ക് വെറുതെ അലമ്പായിക്കാനുണ്ടല്ലോ, എടാ, എന്നെ കൂടുതൽ ആരും പഠിപ്പിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, പോടാന്ന് പറഞ്ഞിട്ട് സുധീഷിൻ്റെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം സുധീഷ് എന്തെങ്കിലും ആയിപ്പോട്ടെ, സുഭാഷ് ചേട്ടൻ കയറാൻ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി നേരെ കുടുംബക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുകയാണ്. ആ സമയത്ത് സുഭാഷ് ചോദിക്കും, അല്ലടാ, നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ റെഡിയാക്കണ്ടേ, എവിടെ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, സുഭാഷ് ചേട്ടൻ വരാൻ പറയും. അങ്ങനെ കാറിൽ ഇരുന്നുകൊണ്ട് ആ ചേട്ടനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ പറയും, എല്ലാം റെഡിയാണ്, നിങ്ങൾ എപ്പോൾ വരുമെന്ന് ചോദിക്കും. ഞങ്ങളിത് എത്തിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. അങ്ങനെ ആ വീടിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നത്. ഇതേതാ ഈ വീട്? അതോ, ഇത് നമ്മൾ താമസിക്കാൻ പോകുന്ന വീടാണെന്ന് പറയും. ഇവിടാണ് നമുക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും റെഡിയാക്കിയിരിക്കുന്നതെന്ന് പറയും. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അമ്പലത്തിലോട്ട് പോകാനെന്ന് പറയും. ആഹാ, അത് കൊള്ളാമല്ലോ എന്ന് പറയും. അപ്പോൾ ഹരീഷും നിധിയൊക്കെ പറയും, അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സുധീഷിന് നല്ലോണം ചെയ്യാനറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെ വീട്ടിൽ നിൽക്കും. അവർ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവരാണെന്ന് പറഞ്ഞില്ലേ? അതെ, തിരുവനന്തപുരത്തു നിന്നുള്ള മറ്റൊരു ഫാമിലിയും കൂടി വന്നിട്ടുണ്ട്, ഇതേ ക്ഷേത്രത്തിൽ തൊഴാനാന്ന് പറയും. അവരുടെയും കുടുംബക്ഷേത്രമാണെന്ന് പറഞ്ഞു. അതിപ്പോൾ ആരാ, ഞങ്ങൾക്കറിയാത്ത വേറൊരാൾക്കാർ, അതും തിരുവനന്തപുരത്ത് നിന്ന് ഇതേ ക്ഷേത്രത്തിൽ വരാൻ എന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇറങ്ങി വരുന്നത് കാണുന്നത് സുനന്ദയാണ്.
ആഹാ സുനന്ദ ഇല്ലയോ അതെന്ന് നിധി പറയുന്നുണ്ട്. അപ്പോൾ സുഭാഷിനെ കാണുമ്പോൾ സുനന്ദയ്ക്ക് ഭയങ്കര സന്തോഷം. സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് വിളിക്കും. അല്ല സുനന്ദ ആരുമായിട്ട് വന്നു? അശ്വിനുമായിട്ട് വന്നു നിൽക്കും. ആ അശ്വിനും ഞാനും ഉണ്ട്, പിന്നെ ഗംഗാധര മാമനും അമ്മയുണ്ടെന്ന് പറയും. ആഹാ ഞങ്ങളും ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വന്നതാന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കും. എന്തായാലും ഇവിടെ വന്നപ്പോൾ സുനന്ദയെ കണ്ട സന്തോഷമായെന്ന് നിധി പറയുന്നുണ്ട്. സുനന്ദയ്ക്ക് സുഖമാണോ? ആ നന്നായിരിക്കുന്നെന്ന് പറയും. എന്തായാലും എനിക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞ് സുനന്ദയ്ക്കും വലിയ സന്തോഷമാവും. ആ സമയത്ത് സംസാരം കേട്ടോ ലളിത അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ലളിത നോക്കുമ്പം ഇതെന്താ നിങ്ങളൊക്കെ ഇവിടെ? അതെന്താ ഞങ്ങൾക്ക് ഇവിടെ വന്നുകൂടെ? ഞങ്ങളെ കുടുംബക്ഷേത്രത്തിൽ ചില പൂജകളും വഴിപാടൊക്കെ നടത്താൻ വന്നതാണ് എന്ന് പറയും. ഇവരെയൊക്കെ ആരെയും ഇപ്പോൾ ഇങ്ങോട്ട് ക്ഷണിച്ചതെന്നൊക്കെ ലളിത ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് അല്ല അമ്മായി, കുടുംബക്ഷേത്രം എന്തോ അമ്മാവിന് മാത്രം പതിച്ചെഴുതി തന്നേക്കുന്നതാണോ? ഞങ്ങൾക്കൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ലേ? ഓരോരോ മാരണങ്ങളിൽ കയറി വന്നോളൂ, സ്വസ്ഥമായിട്ട് അമ്പലത്തിലൊന്നും തൊഴാൻ വരാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ലളിത അവരോടങ്ങ് ചൂടാവുകയാണ്. ആ സമയത്ത് സുധീഷും ഓരോ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിധി പറയും, സുധീഷെ വേണ്ട, നമ്മളിവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നിരിക്കുകയാണ്, വെറുതെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുനന്ദയും പറയും, അമ്മയൊന്ന് നിർത്തമ്മ, ഇത് നമ്മുടെ വീടല്ല, ഒരു ക്ഷേത്രത്തിൽ വന്നതാണ്, വെറുതെ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ, നീ വെറിയെന്നൊക്കെ പറയും. അങ്ങനെ സുനന്ദയോട് ലളിതയും ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എല്ലാവരും തമ്മിൽ ഒന്നും കൂടി കണ്ടുമുട്ടുകയാണ്. അതിനുശേഷം നമ്മുടെ ശാന്തിനിയൊക്കെ സുനന്ദ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങൾ ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.